ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് എല്ലാവരും പോയി, ഞാനും എൻ്റെ ഈ കുഞ്ഞുവാവിയുള്ളൂ ഇവിടെ. പറ, എന്തെല്ലാന്ന് നോക്കി, എന്തെല്ലാം സുഖാണെന്ന് നോക്കി. ആന്ന് സുഖാണെന്ന് നോക്കുമ്പോൾ ആന്ന്. അപ്പം ഇന്ന് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് മക്കളെ. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനും എൻ്റെ കുഞ്ഞുഷുള്ളൂ ഇന്ന് ഉച്ചക്കത്തെ ഫുഡിന്. അപ്പം ഞങ്ങൾ ഇന്ന് തട്ടിക്കൂട്ട് ഫുഡ് എന്താ കഴിക്കുന്നതെന്ന് കാണണ്ടേ? ഇപ്പൊ കാണിച്ചു തരാം. നിനക്ക് കിട്ടിയിട്ടുള്ളത് നങ്കാണ്. നങ്ക് മീൻസ് മാന്തൾ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും, ഇവിടെ നങ്ക് എന്നും പറയൂ കേട്ടോ. അപ്പൊ നങ്കാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് ഓളും വരുന്നുണ്ട്. പിന്നെ ഇന്ന് ഫ്രൈ ചെയ്യണമെന്ന് കുഞ്ഞുവാവക്ക് ഇത് ഫ്രൈയാ പോലും വേണ്ടിയാ. അപ്പൊ ഇത് ഫ്രൈ ചെയ്യാം. ചോറിന് ഞാൻ എടുത്തിട്ടുള്ളത് 2 സവാള, കുറച്ച് നോക്കിയാൽ കാണില്ലേ, വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഒരു 4-5 പച്ചമുളക്, 2 തക്കാളി. ഇന്നത്തെ ചോറ് ഇതും വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഞാനിങ്ങനെ കട്ടാക്കിയിട്ട് വരാം. നമ്മളെ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് മിക്സിയിലിട്ടിട്ട് ചതുക്കും വേണം. അപ്പൊ ഇതങ്ങനെയെല്ലാം റെഡി ആക്കട്ടെ. ഒറ്റക്കായി കഴിഞ്ഞാലും അല്ലെങ്കിൽ പെട്ടെന്നുള്ള പണി തീരാനും ഞാൻ ഈ ഒരു ചോറൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. കുറെ കറിയും വറവും എന്താ പറയുക, എല്ലാം കുറേ സമയം പൊരിച്ചതില്ലാക്കുന്നതിന് പകരം എപ്പെങ്കിലൊക്കെ കേട്ടോ, എപ്പൊന്നല്ല എപ്പെങ്കിലൊക്കെ. അതെ, ഉമ്മ ചോറുണ്ടാക്കുന്ന പറഞ്ഞു കൊടുക്കും. ഉമ്മ ചോറുണ്ടാക്കുന്ന ഉപ്പാപ്പാക്ക് ഇല്ലല്ലോ, ഉപ്പാപ്പാക്കൊന്നും കൊടുക്കുന്നില്ല. ഉപ്പാപ്പാക്ക് വേണ്ട, 2 ഇത്താത്താർക്ക് വേണ്ട. ഇന്ന് നിബൂസിനും ഉമ്മാക്കും മാത്രം മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു തട്ടിക്കൂട്ടി ചോറാണ് കേട്ടോ ഇത്. വെച്ചാൽ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക, അത്രയേ ഉള്ളൂ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതുക്കിയെടുക്കുക, തക്കാളി അരിയുക, കറിവേപ്പില, മല്ലിച്ചപ്പ്, അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചാൽ ചോറ് ഇല്ലാന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങാവും. ഇല്ലേ നിബു? എത്ര സമയം കൊണ്ടാവും അറിയങ്ങള്? അതെ. പിന്നെ ഇനി എല്ലാരോടും ചോദിക്കണം, ഉമ്മ ഉണ്ടാക്കുന്ന ചോറ് നിങ്ങൾക്കെല്ലാം വേണോ ചോദിച്ചു നോക്കിയ. എല്ലാവർക്കും ചോറ് വേണോ ചോദിച്ചു നോക്കിയ. മീൻ പൊരിച്ച വേണോന്ന് നോക്കി. മീൻ പൊരിച്ച വേണോ? ഇപ്പൊ ഉണ്ടാക്കി തരാന്ന് പറ. നോക്ക്, കത്തിയുണ്ട് കയ്യിൽ. ഇപ്പൊ ഉണ്ടാക്കി തരൂ കേട്ടോ. അപ്പൊ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടോ. കുറച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നല്ല നെയ്യ് വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. നല്ല നെയ്യ് മീൻസ് RKG മിൽമ നെയ്യ് വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇതാണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇവിടെ എണ്ണക്ക് നെയ്യാന്ന് പറയൂ കേട്ടോ. ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകം ഒന്നിങ്ങനെ പൊട്ടി വന്നാല് നമ്മള് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്ക കേട്ടോ. സവാള ഇട്ട് കൊടുത്ത ഞാൻ എപ്പം പറയാറുള്ള പോലെ തന്നെയാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. കല്ലുപ്പ് നല്ലതാണ്. പൊടിയുപ്പിനെക്കാട്ടിലും കല്ലുപ്പാണ് നല്ലത്. ഇതിപ്പോ ഉപ്പിട്ട് കൊടുക്കുമ്പോ ചോറിന് കണക്കായിട്ടുള്ള ഉപ്പ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഉള്ളി മുറിക്കുന്നാ പറയുന്നത്. ഇളക്കി കൊടുക്കും. ആ ഉള്ളിൻ്റെ ഒക്കെ തന്നെ നമുക്ക് എന്താക്കാം, ചതുക്കി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയാണ്, അതെല്ലാം അരിഞ്ഞിട്ട് വെച്ചതാണ് ഞാൻ.
ജീരകത്തിന്റെ സ്മെല്ല് നല്ല നല്ല രസമാണ് ചോറിന്. ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടട്ടെ കേട്ടോ. ഏകദേശം വാഴ്ന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഓരോന്ന് ഇട്ട് കൊടുക്കാം. തക്കാളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, അതിനുശേഷം ഞാൻ കുറച്ച് ഒരു സ്പൂൺ വേണ്ട, ഒരു അര സ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ബിരിയാണി മസാലയാണ് കേട്ടോ. ബിരിയാണി മസാലയാണ്. ആകെ കൂടെ ചേർക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. മസാലയ്ക്ക് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞളും ബിരിയാണി മസാലയും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളി മസാലയെല്ലാം കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു പട്ട വെള്ളം ഒഴിച്ചു കൊടുത്ത് അരിക്ക് കണക്കായിട്ടാണ്. നീ ഒടിക്കൂല. ഇതിപ്പോ ഞാൻ 2 വാട്ട വെള്ളമാണ്, ഇത് കാണുന്നില്ലേ, 2 വാട്ട വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 1.5 നാഴിയാണ്. രാത്രി ആകുമ്പോഴത്തേക്ക് മക്കള് വരും, ഹസ്ബൻഡ് വരും. അപ്പൊ എന്താക്കുന്നത്, കുറച്ച് ഞാൻ 1.5 നാഴി ഇട്ടാല് രാത്രിക്കും ഇപ്പത്തേക്കും ആവും. അപ്പൊ അങ്ങനെ ഇനി ഇതൊന്നും ചെയ്യേണ്ടിയില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂടിക്കൊടുക്കുന്നുള്ളൂ, ഇത്രേ ഉള്ളൂ കേട്ടോ. അരി ഇടണമെങ്കിൽ ഈ വെള്ളം ഒന്ന് തിളക്കണം. അപ്പൊ ഞാൻ അരി എടുത്തിട്ട് കഴുകി വെക്കട്ടെ. അപ്പൊ ഇതാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. 1.5 നാഴി അരി കഴുകി വാർത്തിയതാട്ടോ, അതാണ് ഇങ്ങനെ കാണുന്നത്. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലോണം ചൂടായിട്ട് കിടക്കുന്നുണ്ട്. ഓളാണ് മീൻ മുറിക്കുക എന്നാ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇബൂസ് മീനെല്ലാം മുറിച്ച് തരുത്തുണ്ടേ. നാളെ ഇന്ന് എന്നുള്ളതിന് നാളെയാ പറയൂ കേട്ടോ. അയ്യാ, കേട്ടില്ലേ എല്ലാരും, ഞാൻ ഉമ്മാക്ക് പാത്രം കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇളക്കിയിട്ട് അത് മൂടി കൊടുക്കുക കേട്ടോ. ഒരു 3 ഏറി വന്ന ഒരു 4 വിസിൽ, അതിന്റെ അപ്പുറം പാടില്ല. അപ്പൊ ഇതങ്ങനെ ഒരു 4 വിസിൽ വരട്ടെ. അതിന്റെ ഇടക്ക് ഞാന് നമ്മളെ നങ്ക് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നെയ്യ് ഇങ്ങനെ അതിൽ നിന്ന് പോവേണ്ടിട്ട് ഇങ്ങനെ ചെരിച്ചു വെക്കും ഞാൻ കേട്ടോ ചട്ടി. അപ്പൊ ഇത് ഞാൻ ഓഫാക്കിയതാണ്, ഒരു 4 വിസിൽ വന്നപ്പോ ഓഫാക്കിയതാണ്. തുറന്നു നോക്കട്ടോ. ഹായ്, നല്ല മണം വരുന്നുണ്ട്. ഓ, അടിപൊളി കാണുന്നില്ലേ, അടിപൊളി ചോറായി വന്നിട്ട് കേട്ടോ. നമുക്ക് തിന്നാം, ചോറ് നമുക്ക് തിന്നാം. താത്താക്ക് കൊക്കൂലോന്ന്. മതിമ മതിന്ന് താത്താക്ക് ആദ്യം കൊടുക്കൂലെന്ന് പറഞ്ഞിട്ട് പറയുന്ന കേട്ടോ. താത്താക്ക് വേണമെന്ന് തീരുന്ന് വിചാരിച്ചിട്ടാണേ. ഭയങ്കര സ്നേഹ കേട്ടോ, എന്ത് പറഞ്ഞാലും. അപ്പൊ അങ്ങനെ നമ്മുടെ നങ്ക് പൊരിച്ചത് ഓളെത്താത്തിയാണ്. നോക്കിയാ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി വെക്ക്. ഒരൊറ്റ മിനിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, 5 മിനിറ്റ് എന്തായാലും വേണം. വേഗമായി കിട്ടുതാ.
നിബൂസിനും വേറെ പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്, കുഞ്ഞു പ്ലേറ്റ്. അപ്പൊ അതില് കുറച്ച് ചോറ്, 2 നങ്ക് പൊരിച്ചത്. 2 വേണ്ടേ? 1 മതി. ആ ഇത് നിബൂസിന് കേട്ടാ, ചൂടുണ്ട്. അപ്പൊ നമ്മള് ചോറ് തിന്നട്ടെ. എനിക്ക് അച്ചാറില്ലാണ്ടാവൂല, നല്ല അടിപൊളി മാങ്ങ അച്ചാറുണ്ട്. അവൾക്കില്ല. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക്, ഇതുവരെ ഉണ്ടാക്കാത്തവര്. ഉപ്പെല്ലാം കണക്കാണ് കേട്ടോ. രസണ്ട. അപ്പം ഇതേപോലെ ഒന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. എല്ലാവരും നോക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ലേ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് തിന്നാ. നമ്മള് വേഗം തിന്നിട്ട് വിശക്കുന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാ? എല്ലാവരും പറഞ്ഞു കൊടുക്ക്. അസ്സലാമലൈക്കല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാല് സപ്പോർട്ട് ചെയ്യാന്ന് പറ. സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പൊ ഇൻഷാ അല്ലാഹ് അസ്സലാമലൈക്കും, നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്റെ കൂട്ടുകാര്. അപ്പൊ ഓക്കെ.